ഈ വർഗീയത സ്പ്രെഡ് ചെയ്യുക, അവിടെയുള്ള നാട്ടുകാർ തന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് വർഗീയത പറയാ, തമ്മിൽ തെറ്റിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ്. ഇതിനെ ശക്തമായിട്ട് സംഘടന തലത്തിലും അല്ലാതെയും നമ്മൾ നേരിടും. കേട്ടല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയാണ് തമ്മിൽ തെറ്റിപ്പിക്കുക, വർഗീയത പറയുക എന്ന് പറഞ്ഞ്. ഇതെന്തോ ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായ ഒരു വിഷയമാണിത്. അവിടെ വർഗീയത പോയി സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കി, അങ്ങനെ പ്രശ്നങ്ങളായി, ഇവനെ പോലീസ് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇതിലും ഈ ഒരു കാര്യത്തിൽ ഇവന് ഇത് തന്നെ ചെയ്യണം. ഇവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇവനെ റിമാൻഡിലാക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, ഇവനൊന്നും ഒരിക്കലും ജാമ്യം കൊടുക്കരുത്. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ വീണ്ടും വന്ന് ഇത് തന്നെയായിരിക്കും പറയണത്. ഇപ്പോൾ അവൻ മനാഫിന്റെ പേര് പറയാതെ വർഗീയത പറയാൻ തുടങ്ങി. അതായത് ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെ വന്നിരുന്ന് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. അതായത് ആളുടെ പേര് പറഞ്ഞാലാണല്ലോ മെയിൻ പ്രശ്നം. അത് മാത്രമല്ല, ആളുടെ ഫോട്ടോയും കാണിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ വായി തോന്നുന്ന എന്തും വിളിച്ച് പറയാമല്ലോ. ഇത്തരം തന്തയില്ലായ്മയൊക്കെ ഒരു കാരണവശാലും ഒരു മനുഷ്യനും പോയി പ്രൊമോട്ട് ചെയ്യരുത്. അവൻ്റെ ചാനലേ പോയി കാണരുത്. അതാണ് ചെയ്യേണ്ടത്. ഇവൻ്റെയൊക്കെ ചാനൽ അടിച്ചു കളയണം. അതാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഇവൻ്റെ ചാനൽ അടിച്ചു കളയണം. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്ന്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതാണ് നല്ലത്. കാര്യം മനാഫിനെ ഇനിയും അയാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ആ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം അയാൾ പോലും പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവങ്ങളാണ് ഇതെല്ലാം. കാര്യം പ്രത്യേകിച്ച് ആ യൂട്യൂബ് ചാനലിൻ്റെ കേസ് തന്നെ അയാൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാൻ. ഈ പൊട്ടനൊക്കെ വല്ല ബോധവും വിവരവും ഉണ്ടോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നതിനകത്ത്? അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.